ദുബായിൽ ഒരു അടിപൊളി ഡാൻസ് വരുന്നുണ്ട് ദുബായിൽ. അതെ, ദുബായ് കാഴ്ചകളിലേക്കോ അതാ മനോഹരമായ ശബ്ദം പോരട്ടെ. അപ്പോ സുരേഷ് ഏട്ടാ, ഞങ്ങളിവിടെ ന്യൂ ഇയറിനെ സ്വീകരിച്ചു. നിങ്ങൾ കുറച്ചുകൂടി കാത്തിരിക്കണം. നിങ്ങൾക്ക് കാത്തിരിക്കാൻ കുഴപ്പമില്ല, ബോറടിക്കില്ല. നല്ല ഗംഭീര ഡാൻസും പാട്ടും എല്ലാം അവിടെ തകർക്കുന്നുണ്ടല്ലേ? എന്നാലും നമ്മുടെ ഒരു ഹാപ്പി ന്യൂ ഇയർ. അതെ, അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഹാപ്പി ന്യൂ ഇയർ ആകുന്നതേ ഉള്ളൂ. ഏതായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ രണ്ടുപേർക്കും. മാത്രമല്ല ഇവിടെ ഈ പറയുന്നത് പോലും ക്ലിയർ ആയിട്ട് കേൾക്കാത്ത വിധത്തിലുള്ള ആഘോഷത്തിന്റെ ആരവമാണ് എല്ലായിടത്തും ഉള്ളത്. പലയിടത്തും ആഘോഷവും വെടിക്കെട്ടുകളും ഒക്കെ ഏതാണ്ട് തുടങ്ങാൻ തയ്യാറായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ആദ്യം വെടിക്കെട്ടുകൾ ആരംഭിച്ചിട്ടുള്ളത് ദുബായിലെ ഗ്ലോബൽ വില്ലേജിലാണ്. ഗ്ലോബൽ വില്ലേജിൽ വെടിക്കെട്ട് ആദ്യം ലോകത്ത് തന്നെ ആദ്യം പുതുവർഷം എത്തുമ്പോൾ വെടിക്കെട്ടോട് കൂടിയിട്ടാണ് ഗ്ലോബൽ വില്ലേജിലെ ആഘോഷങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ അതിനുശേഷം ദുബായ് ബുർജ് ഖലീഫയ്ക്ക് മുന്നിലും വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ലോക റെക്കോർഡ് സ്ഥാപിക്കാനുള്ള റാസൽ ഖൈമയുടെ ശ്രമം. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വെടിക്കെട്ടിന് മുന്നോടിയായിട്ടുള്ള, അതായത് കൃത്യം പുതുവർഷം പിറക്കുമ്പോഴുള്ള വെടിക്കെട്ടുണ്ട്. അതിനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് അതിന് തൊട്ട് മുൻപും വെടിക്കെട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ പിന്നീട് ആകാശത്ത് ഡ്രോൺ ഷോ ഉണ്ട്. ഇപ്പോൾ DJ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല വേദികളിലായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അൽമർജാനിലാണ് ഈ ആഘോഷ പരിപാടി നടക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഷാർജയിൽ നടക്കുന്നതും. ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 27 ലക്ഷത്തോളം ആളുകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി എത്തിയിട്ടുണ്ട്. 40 ഇടങ്ങളിലായിട്ടാണ് ദുബായിൽ ആഘോഷ പരിപാടി നടക്കുന്നത്. 48 തവണയായി കരിമരുന്ന് പ്രയോഗവും വെടിക്കെട്ടുമുണ്ട്. ബുർജ് ഖലീഫ, ദുബായ് പ്രൈം, പാം ജുമൈറ അടക്കം എല്ലാ സ്ഥലങ്ങളിലും ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ബുർജ് അൽ അറബിലും ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബുദാബിയുടെ വെടിക്കെട്ടും അതോടൊപ്പം തന്നെ ലോക റെക്കോർഡ് സ്ഥാപിക്കാനുള്ള ശ്രമവും. 1 മണിക്കൂറും 2 മിനിറ്റും നീണ്ടു നിൽക്കുന്നതായിരിക്കും അബുദാബിയിലെ വെടിക്കെട്ട്. ഒരുപക്ഷെ UAE ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ആഘോഷ പരിപാടി അല്ലെങ്കിൽ പുതുവർഷാഘോഷം ഗംഭീരമായിട്ട് വെടിക്കെട്ടൊക്കെ കണ്ട് ആർമാദിക്കൂ, ആഹ്ലാദിക്കൂ, ആസ്വദിക്കൂ. 2026 തകർക്കട്ടെ പ്രവാസികളെ. എല്ലാവർക്കും ജിൽ ജിൽ മൂഡായിരിക്കട്ടെ, വൈബായിരിക്കട്ടെ എല്ലാവർക്കും. അപ്പോ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാതൃഭൂമി ന്യൂസിന്റെ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ.